തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ചൂടോടെ ഒരു സ്ഥാനാർത്ഥിയും കിട്ടിയിട്ട് ആരാത്? തൃക്കാക്കരയിൽ 2020 സ്ഥാനാർത്ഥി മത്സരിക്കുന്ന അഖിൽ മാരാരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? എന്ത് കണ്ടിട്ടാണ് ആ സാധനത്തിന് നിങ്ങൾ സെലക്ട് ചെയ്തത്? ധന്യ മാരാര് മിന്നിക്കും ഓഫ് കോഴ്സ്. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലെ ഒരാളാണ് അഖിൽ മാരാർ. ഞാൻ കുറച്ചു മുമ്പ് തമാശ രൂപേണ പറഞ്ഞ കണക്ക് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് മൂന്നാറിൽ നിന്ന് വരുമെന്ന് പറയും. ഭയങ്കരം തന്നെ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒക്കെ അഖിൽമാരുണ്ട് അല്ലെ? എന്തെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ സജീവമാണ്. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ. ഇത് ശരിക്കും ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു കാര്യമാണോ? അതായത് എന്നെ കുറച്ച് പേരറിയണം അല്ലെങ്കിൽ കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി ഞാൻ മാറ്റിയ നിലപാട് ഏതൊക്കെയാന്ന് പറ. ഞാൻ ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞു, ബിഗ് ബോസിൽ പോയി. എനിക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ഒരുപാട് സിനിമകളിൽ അതെ. ഷാജി കൈലാസ് സാർ എന്നെ നായകനാക്കി പടം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് വന്ന ഒരാളാണ്. ഞാൻ പടം ചെയ്യാൻ പോയിട്ടില്ല. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഇന്നും ഈ നിമിഷം വരെ എന്താണ് ഒരു സിനിമയിൽ പോലും നിങ്ങൾ എന്നെ കാണാത്തത്? എനിക്ക് ബന്ധങ്ങളില്ലാഞ്ഞിട്ടാ, അവസരങ്ങൾ കിട്ടാഞ്ഞിട്ടാ? അപ്പം ബിഗ് ബോസിൽ പോയിട്ട് ഒരാൾ 80% വോട്ട് നേടി ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടി പുറത്ത് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ആൾക്കാരെല്ലാം വെറുത്തത് കൊണ്ടാണോ? അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും.